മനുഷ്യായുസ് വളരെ ക്ഷണികമാണ്. നമ്മൾ ഇന്ന് ഈ പറയുന്ന ആരോഗ്യവും ബലവും സൗന്ദര്യവും ഒന്നും എന്നും കാണത്തില്ല. ഈ സഭാപ്രസംഗി ജ്ഞാനിയാണ്. ജ്ഞാനത്തിന് ചെവി കൊടുക്കണം. ശലോമോൻ്റെ ജ്ഞാനം, ശലോമോൻ്റെ അടുക്കൽ ജ്ഞാനിയായ ശലോമോൻ്റെ അടുക്കൽ തെക്കൂന്നുള്ള രാജ്ഞി ശേബാരാജ്ഞി ജ്ഞാനം അന്വേഷിച്ച് വരുന്നുണ്ട്. ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ശലോമോൻ സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ജ്ഞാനം പറയുകയാണ്. ജ്ഞാനത്തോടെ അത് പറയുന്നത് എന്താ പറയുന്നത്? യൗവനക്കാര, നിൻ്റെ യൗവനകാലത്ത് ആരെ അറിയണം? സൃഷ്ടാവിനെ അറിയണം. മക്കളെല്ലാം പറഞ്ഞേ, എപ്പോൾ അറിയണം? യൗവനകാലത്ത് അറിയണം. എന്തുകൊണ്ടെന്നാൽ നിനക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന ഒരു കാലം വരും. യൗവനത്തിൻ്റെ ഒരു പ്രത്യേകത, യൗവനത്തിൽ എല്ലാത്തിനോടും ഇഷ്ടം തോന്നും. തോന്നത്തില്ലേ? തോന്നും. യൗവനം ഒരു പ്രത്യേക കാലഘട്ടമാണ്. ആദ്യം അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഒത്തിരി പേര് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. അത് ഞാനൊരു അച്ഛൻ പറയുന്ന കേട്ട കഥയാണ്. എനിക്കൊന്ന് ഒത്തിരി പേര് എൻ്റെ ഒരു സന്ദേശം അത് യൂട്യൂബിൽ കേട്ടിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞൊരു കഥയാണ്. അച്ഛൻ പറഞ്ഞൊരു രസകരമായൊരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. മനുഷ്യന് ഭയങ്കര ആയുസ്സായിരുന്നു. പിന്നെ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു. ആയുസ് കുറഞ്ഞപ്പോൾ ഈ മനുഷ്യരുടെയൊക്കെ ആയുസ് അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു വന്നപ്പോൾ മനുഷ്യരെ ഒത്തിരി സ്നേഹിച്ച മൃഗങ്ങൾ പോയി ദൈവസന്നിധിയിൽ താമസിച്ചിരുന്നു. മനുഷ്യന് ആയുസ് കൊടുക്കണേ. ആ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ആയുസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തപസ്സിരുന്നു. അവൻ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാൻ നോക്കത്തരുത് പറഞ്ഞു. മൃഗങ്ങൾ വിടുവോ? ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ല, അന്ന് ഭയങ്കര സ്നേഹമാണ്. അപ്പം ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മൃഗങ്ങളോട് പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല, പിന്നെ നിർബന്ധമാണ് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആയുസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം മൃഗങ്ങൾ പറഞ്ഞു അത് വെച്ച് നമുക്കൊന്ന് റീമോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മൃഗങ്ങൾ റെഡിയായി. അതിലാദ്യം വന്നത് ഒരു കുരങ്ങാണ്. കുരങ്ങ് എടുത്ത് കൊടുത്ത് 10 വയസ്സ് എൻ്റെ ഇന്നാ പിടിച്ചോളം പറഞ്ഞു. അതുകൊണ്ട് ഈ കുരങ്ങൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകുന്നു. ആ 10 വയസ്സാണ് ആദ്യം കൊടുത്ത മനുഷ്യൻ്റെ ആയുസ്. ആരുടെ സമയമാണ്? ആദ്യത്തെ 10 വർഷം ആരുടേതാണ്? കുരങ്ങൻ്റേതാണ്. കുരങ്ങൻ്റെ സ്വഭാവം സത്യമല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ എവിടെങ്കിലും ഇരിക്കും. ഈ മാളിലൊക്കെ പോയാൽ ഭയങ്കര രസകരമായൊരു കാഴ്ച കാണാം. ഞാൻ എത്ര വട്ടം കണ്ടുകൊണ്ടെന്ന് അറിയാമോ? ഇരിപ്പി ആരെ കാണത്തില്ല, പിള്ളേരെ കാണത്തില്ല. ഇതിങ്ങൾ പോവും. അപ്പോഴത്തേനും യോ കൊച്ചേ, അപ്പോഴത്തേനും ഈ കെട്ടിയോ വന്ന് നീ എന്നെ അടി നോക്കാഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാട്ടം ചാടും. അവിടെ കിടന്നുകൊണ്ടാണ് ഈ അടി. ഇതിനിടയ്ക്ക് ആ കൊച്ചു വന്ന് അപ്പോഴത്തേനും അവളൊരു ചാട്ടമുണ്ട്. ഞാൻ വന്നപ്പം കൊച്ചിനെയും കൊണ്ടൊന്നും അല്ല വന്നത്. ഞാൻ വന്നപ്പം കൊച്ചിനെയും കൊണ്ടല്ല വന്ന്. കൊച്ചിന് നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് നോക്കത്തില്ലായിരുന്നോ? നിങ്ങൾക്ക് ഇതിനിടയ്ക്കാണ് കൊച്ചിനെ കെട്ടാതെ പോകുന്നത്. പിന്നെ എവിടെ നിന്ന് പറയും ഒരു കൊച്ചിനെ കെട്ടിയിട്ടുണ്ടെന്ന് അനൗൺസ്മെൻറ്റ്. അപ്പം ഈ ചാട്ടം പോകുന്നത് ഏത് പ്രായത്തിലാണ്? കുരങ്ങിൻ്റെ പ്രായം 10 വയസ്സാണ്. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരാൾ വന്നു. അത് വന്നതൊരു കുതിരയാണ്. കുതിര പറഞ്ഞു ഇന്നാ പിടിച്ചോ 20 വയസ്സ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങോട്ട് കുതിര. അതാണ് ഈ 10 മുതൽ 30 വരെയുള്ള പ്രായം. ആരുടേതാണ്? കുതിരയുടെ പ്രായം. ഈ കുതിരയുടെ പ്രായത്തിലാണ് ഈ ബഹളം. അയ്യോ എന്ത് പിള്ളേരെ ചത്തുപോയേ. എൻ്റെ പൊന്നു മക്കളെ, 2-3 കാര്യങ്ങൾ ഓർത്തണം. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഈ കുതിരപ്രായത്തിൽ ഇവൻ്റെ കയ്യിലോട്ടൊരു ഡ്യൂക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കിട്ടും. അമ്പോ എന്നെ പോക്കാൻ പോകുന്നേ. അവൻ പോയപ്പോൾ ആരാണ്ട് വിളിച്ച് വെച്ചു, എടാ മോനെ അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോവാണോ? അവൻ പറഞ്ഞ അല്ല, മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കാൻ പോവാന്ന്. വായുഗുളിക മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കാൻ പോവാം. ആ പ്രായം അതാണ് ആരുടെ പ്രായം. അതുകൊണ്ട് ഞാൻ 2-3 കാര്യം മക്കളോടൊക്കെ പറയുകയാണ്. എനിക്കിത് എന്നോട് കുറേ പേര് പറഞ്ഞ് പാസ്റ്റർ പോകുന്നിടത്തൊക്കെ ഇത് പറയണമെന്ന്. ഈ സ്പീഡ് 2-3 പ്രിൻസിപ്പളുണ്ട് വണ്ടി ഓടിക്കും. ഒന്ന് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. കേട്ടിട്ടുണ്ടോ? സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഈ പല വണ്ടികളും സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിൽ തിരിയത്തില്ല. തിരിയണമെങ്കിൽ വണ്ടി കിടത്തിയാണ് തിരിക്കേണ്ടത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല മക്കളെ, വളവിലൊന്നും. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിങ്. നമ്മൾ ഉറപ്പല്ലെങ്കിൽ വണ്ടി ഓവർടേക്ക് ചെയ്യരുത്. ഈ ഓവർടേക്ക് ചെയ്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നു. സാധാരണഗതി പണ്ടൊക്കെയാണ് കയറിപ്പോത്തില്ല, അവരൊന്ന് ചവിട്ടി തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയത്തില്ല. ഇപ്പം മിക്കവണ്ണം കഞ്ചാവാണ്. ഇവൻ കഞ്ചാവാണെങ്കിൽ ഇവൻ കാണുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഇവൻ്റെ ഭാവനയിൽ അവൻ കാണുന്നത് നിങ്ങളുടെ മണ്ടയിൽ കൂടെ അവൻ ഡൈവ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇവൻ കഞ്ചാവ് ഈ ഹലൂസിനേഷനാണ്. കണ്ടിട്ടില്ലേ? കഞ്ചാവ് അടിച്ചിട്ടിങ്ങനെ ചിരിക്കുന്നത്. കാരണം അവരിങ്ങനെ മരത്തെ കയറി പോകുന്നതും ഫ്ലൈ ചെയ്യുന്നതൊക്കെ കാണും. അവൻ കാണുന്നു, ഗിയർ ഡൗൺ ചെയ്ത് അവൻ പറക്കുന്നു, നിൻ്റെ നെഞ്ചത്തൂടായിരിക്കും. അതുകൊണ്ട് അത് ഈ പ്രായത്തിലായി സംഭവിക്കുന്നത്. എന്ത് പിള്ളേരാ പോയത്.
എന്ത് പിള്ളേരെ പോയി, എന്ത് മിട്ടുക്കരി പിള്ളേർ, എൻജിനീയറിങ്, MBBS എല്ലാം പോയതല്ലേ. ഇങ്ങനെ പോയേ ഈ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം സൂക്ഷിച്ചോണേ. ഡോൺ ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിംഗ് ഒന്ന് പറഞ്ഞേ. ഡോൺ ടേക്ക് റിസ്ക് ഇൻ, ഉറപ്പല്ലെങ്കിൽ കയറരുത്. 100% എനിക്ക് കയറാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ വണ്ടി കയറ്റാവും, ഓവർടേക്ക് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം ചേർത്തോണേ, ഡ്രൈവിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്, ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. മോനെ 5 മിനിറ്റ് താമസിച്ച് എന്നാലും നീ എന്നേക്കുമായിട്ട് ചെല്ലാതിരിക്കുന്നതിനും ഭേദമാണ് ലേറ്റായ. എന്നോട് ചില കൺവെൻഷനൊക്കെ പോകുമ്പോൾ അവർ പറയും പക്ഷേ ചവിട്ടി വിട്ടോളാം. ഞാൻ പറയും ചവിട്ടി വിടണ്ട, ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ അല്ലേ. ഇച്ചിരി താമസിച്ച് എന്നാലും എന്നേക്കുമായിട്ട് ചെല്ലാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തോന്നുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം ഏതാ? ഈ കുതിരയുടെ പ്രായമാണ്. അതാണ് 20 മുതൽ 10 മുതൽ. അതാര് തന്നതാ? കുതിര തന്ന. അപ്പോൾ ഒരാൾ വന്നു പറഞ്ഞു ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞു 30. അത് കഴുതിയായിരുന്നു. കഴുത കൊടുത്തതാണ് 30 മുതൽ 60 വരെ. ഇവിടെ ഇരിക്കുന്ന 30-നിടയ്ക്കും 60-നിടയ്ക്കും പ്രായമുള്ളവരൊന്ന് കൈവെക്കാം. അവരെ എന്തെന്ന് വിളിക്കാം? കഴുതകൾ. സത്യമല്ലേ? ഞാനും ആ പ്രായത്തിൽപ്പെട്ട. വലിയോട് വലിയ ആരെ നോക്കാനാ? വീട്ടുകാരെ. ഇതിനിടയ്ക്ക് 3-4 പിള്ളേർ. വെളുപ്പിനെ എഴുന്നേക്കണം, സ്കൂളിൽ വിടണം. വണ്ടി വന്ന് ഓൺ അടിക്കുമ്പോഴും അവരിങ്ങനെ നിൽക്കും ചിരിച്ചാണ്ട്. കണ്ടിട്ടില്ലേ? എന്തിയേ എൻ്റെ സോക്സ്, ടൈ എന്തിയേ? ഇതെല്ലാം പറക്കി എടുത്തുകൊണ്ട് കയറ്റി വിട്ട് വരുമ്പോഴാണ് അമ്മയൊന്ന് ദീർഘശ്വാസം വിടുന്നത്. ആ പ്രായം. അപ്പോഴത്തേനൊക്കെ അമ്മച്ചി വിളിക്കുന്ന ചായ ഇപ്പം തരാം, എടുത്ത് കുടിക്കാൻ. മനസ്സിൽ പറയും. മനസ്സിൽ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിഴുങ്ങും. കൊച്ചു സാധനമൊക്കെ ആടിഞ്ഞോ കൊച്ചു സാധനമൊക്കെ ആടിഞ്ഞോ കിട്ടിയാലും വിഴുങ്ങും. വിഴുങ്ങിയിട്ട് ഇതെവിടെ കയറുമെന്നറിയാമോ? ഈ വേരിനടി കയറി കിടക്കും. അതാണ് ഈ പെരുമ്പാമ്പിൻ്റെ സ്വഭാവം. അവസാനത്തെ ഒരു സ്വഭാവമുണ്ട്, വല്ലതും കഴിക്കുക, പിന്നെ കിടക്കുക. ഒരു കട്ടിൽ, ഒരു സ്റ്റൂളിൽ കുഴമ്പ്, പിന്നെ പാരാസെറ്റാമോള്, ധന്വന്തരം എല്ലാം. അവിടെ കയറിയാൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മണമാണ്. ആ സംഭവമാണ്. അത് ആരുടെ പ്രായമാണ്? പെരുമ്പാമ്പ് കൊടുത്ത. അപ്പം മനുഷ്യ ആയുസ് 3 ഒരു കുസൃതിയുടെ ഒരു കുസൃതി കൊച്ചുകാലം, ഒരു കുതിപ്പിൻ്റെ ഒരു യൗവനകാലം, ഒരു കിതപ്പിൻ്റെ ഒരു 30-60, ഒടുവിൽ ഒരു കിടപ്പ്. പക്ഷേ ഈ പലരും തമ്പുരാനെ തപ്പുന്നത് എപ്പോഴാണെന്നറിയാമോ? കിടപ്പില്ല. എത്രയോ പേർ ICU മുഴുവൻ വയറാ. ഞാൻ കയറി ചെന്നപ്പോൾ പറയാം, പക്ഷേ പ്രാർത്ഥിക്കണേ. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് സുവിശേഷ വേല ചെയ്യണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കാരണം ഇനി ഞാൻ അതുകൂടെ ചുമക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അച്ഛൻ പറഞ്ഞൊരു പ്രശസ്തമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ICU = ICU. എവിടെ കിടന്നോണ്ടാ ICU കിടന്നോണ്ടാ? അല്ല മക്കളെ, നല്ല സമയം തമ്പുരാനം കൊടുക്കണം. ഈ നല്ല സമയം തമ്പുരാന് കൊടുത്താൽ നിൻ്റെ ശിഷ്ടായുസ് തമ്പുരാൻ നോക്കിക്കോളും. ഹല്ലേലൂയ. ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. കാരണം ഈ സൗന്ദര്യം എല്ലാം പോകും. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആയുസ് എന്താണെന്ന് കണ്ടോ നിങ്ങൾ വായിക്കണം. 12:3 മുതൽ ജ്ഞാനി പറയുക, ഇന്ന് അവിടം വരെ ഒന്നും പോകുന്നില്ല, അതിന് മുമ്പ് വണ്ടി കീഴേ കയറി പോവല്ലേ. 12:3 അന്ന് വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. വീട്ടുകാവൽക്കാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? നമ്മൾ വീണാൽ കൈകുത്തിയാണ് വീഴുന്നേ. അല്ലെങ്കിൽ വീട്ടുകാവൽക്കാർ കൈകളും കാലുകളും ഒക്കെയാണ്. വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. അർത്ഥം പാർക്കിൻസൺസാണ്. കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ എന്തോ വരും? പാർക്കിൻസൺ. ലോകത്തിലെ ഏറ്റവും വലിയ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഭിത്തിയിലൊക്കെ ഫോട്ടോ ഒട്ടിച്ച് വെക്കുന്ന ഒരാളുടെ ഫോട്ടോ ആയിരുന്നു അന്ന്. ഈ ഫുട്ബോളുകാരെക്കാട്ടിലൊക്കെ ആവേശം. മുഹമ്മദ് ഓർമ്മയുണ്ടോ? ബോക്സർ താരം. എന്നെ ഒതുക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മുറിയിൽ ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് ഞാൻ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒതുക്കുമായിരുന്നു, എന്നെ മസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒടുക്കത്തിൽ ഒളിമ്പിക്സിന് ദീപശിഖ കത്തിക്കാൻ പറഞ്ഞപ്പം ദീപശിഖ പിടിക്കാൻ പോലും കഴിയാതെ കൈ വിറയ്ക്കുക. ഇന്ത്യയുടെ ഗുസ്തി താരം ഗാമ കേട്ടിട്ടുണ്ട്, ഈച്ച ആട്ടി ഓടിക്കാൻ വയ്യാതെ ഈച്ച അടിച്ച് മരിച്ചു. എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. അന്ന് വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. 2 ബലവാന്മാരെന്ത് ചെയ്യും? കുനിയും. എൻ്റെ കൂടെ ഒരു സഹോദരൻ ഇപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ രാത്രി വന്നെല്ലാം ചർച്ചിലൊക്കെ നോക്കും. ആ സഹോദരൻ ഒരു 6 മാസം മുമ്പ് എനിക്കറിയായിരുന്നു. എന്നോ ആരോഗ്യമായിരുന്നറിയാമോ? നല്ല തിരുമുകാരനാണ്. അതിനോടൊപ്പം ഏത് ലോഡ് കൊടുക്കും? ഒരു വണ്ടി ഓടിക്കും. ആ വണ്ടിയുടെ ഫുൾ ലോഡ് പുള്ളി നോക്കിക്കോളും. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഡിസ്ക് പ്രൊലാപ്സായി. ഇപ്പം നാണ്ട് വെയിറ്റ് എടുക്കാൻ വയ്യ.
ബലവാന്മാർ കുനിയും, പ്രായം കൊണ്ടല്ല. നടുവിന് പ്രശ്നം വരുമ്പം തന്നെ എന്തു ചെയ്യും? കുനിയും. അതിനിപ്പോൾ ഒരു പ്രായവും വേണ്ട. കൊച്ചു പിള്ളേർക്ക് വരെ L4 നമ്മൾ അങ്ങോട്ട് ചെല്ലും. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു ഒരു എക്സ്റേ, പിന്നെ പറഞ്ഞു ഒരു MRI സ്കാനുമായിട്ട് നമ്മളവിടെ ചെല്ലുമ്പം ഈ ഡോക്ടർ ഒരു കണ്ണാടിയിലോട്ട് ഈ ഫിലിം അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ലൈറ്റൊക്കെ ഓണാക്കും. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? എന്നിട്ട് പറയും ഇതാണ് നിങ്ങളുടെ നട്ടല്, ഇതാണ് L4 കണ്ടോ, ഇതാണ് L5 കണ്ടു, ഇതിൽ നിന്നാണ്ട് ഇങ്ങോട്ടിരിക്കുന്ന കണ്ടു, അത് ഓപ്പറേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാല് തളർന്നു പോകും. എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായി. എന്തെങ്കിലും മനസ്സിലായോ? ഏതായാലും ഒന്ന് മനസ്സിലായി. L4ഉം L5ഉം മനസ്സിലായി. പിന്നെ എന്തോ ചെയ്യാനാ? പിന്നെ പറഞ്ഞു പേടിയായി ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ആരാണ്ട് പറഞ്ഞു അത് തിരുവനന്തപുരത്തിന് തേക്ക് നല്ല തിരുമുകാരുണ്ട്, ഈ നാട്ടിൽ ഒത്തിരി തിരുമുകാരുണ്ട്, അവിടെ പോയാൽ ശരിയാവും. ചില പറയും കമ്പത്ത് പോയാൽ ശരിയാവും. ഞങ്ങളവിടെ നിന്നൊക്കെ എന്തെണ്ണോ കമ്പത്ത് പോകുന്നറിയാം. ചില പറഞ്ഞു വയനാട്ടിൽ പോയാൽ ശരിയാവും, അവിടെ വേറെ ചികിത്സ, എല്ലാം ഓടുക. അവിടെ ചെല്ലുമ്പോൾ എന്തോ ചെയ്യും? അവർ പറഞ്ഞു നമുക്കൊരു വലിയ പാക്കേജാണ്, 21 ദിവസത്തെയാണ്. ആദ്യം ഉഴി, പിന്നെ കിഴി, 7 ഉഴി 7 കിഴി, പിന്നെ ഏറ്റവും ഒടുവിൽ 7 പിഴി. ഉഴി, കിഴി, പിഴി. അത് ഒരു വട്ടം ചെയ്താൽ പോരാ, 6 മാസം കൂടുമ്പോൾ എന്തോ ചെയ്യണം. അതോടുകൂടി എല്ലാം കിഴിയും. ഉഴി, കിഴി, പിഴി. കണ്ടിട്ടുണ്ടോ? അതാണ് വീട്ടുകാവൽക്കാർ എന്ത് ചെയ്യും? വിറയ്ക്കും. ബലവാന്മാർ കുനിയും. കണ്ടോ? ബലവാന്മാർ അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. എന്താണെന്നറിയാമോ? എന്തോ പൊഴിയും? പല്ല് പൊഴിയും. പ്രത്യേകിച്ച് ഡയബറ്റിക് കൂടെ ഉണ്ടോ? എപ്പം പല്ല് പോയെന്ന് ഓർത്താൽ മതി. പണ്ട് ഉമ്മക്കിരി ഇട്ട് തേക്കുമ്പോൾ നമ്മുടെ മോണയ്ക്ക് ബലമായിരുന്നു. കാരണം നമ്മൾ തേക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ മോണയ്ക്ക് നല്ല ബലമാണ്. മോണയുടെ പഴുപ്പൊക്കെ ഇപ്പോൾ ഈ ബ്രഷ് ഇടുമ്പം ഒന്നാമത് തേക്കാൻ അറിയത്തില്ല. ഇങ്ങനെ അതല്ല തേക്കുന്നത്, ഇങ്ങനെയൊക്കെ തേക്കണം. പക്ഷേ മോണ കൂടെ കൂട്ടി തേക്കണം. ഇതൊന്നും അറിയാത്തതുകൊണ്ട് മോണയുടെ ബലം പോകും, കൂട്ടത്തിൽ ഡയബറ്റിക്കും വരും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പല്ല് പൊഴിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അല്ലേ? കുഴിമന്തി കഴിക്കാനൊക്കത്തില്ല, കഞ്ഞിയും പയറും ആക്കും. പല്ലില്ല. ഉണ്ടോ? ഇല്ല. അപ്പം കണ്ടോ? പിന്നെ അരയ്ക്കുന്നവർ കിടിവാതി കൂടെ നോക്കുന്നവരെന്താകും? അന്ധന്മാരാകും. അയ്യോ, നോക്കി ഇരുന്നോ മക്കളെ? എവിടാ? രാവിലെ മുതൽ വയ്യോളം നിൻ്റെ ഫോണിൽ നോക്കിയിരുന്നോ? കിളിവാതി കൂടെ നോക്കിയിരുന്നോ? കാണണ്ടാത്തതെല്ലാം കാണണ്ടാത്ത. ഞങ്ങളുടെ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ എന്തോ ബഹളമെന്നറിയാമോ? എല്ലാവരും ഫോൺ ഓഫ് ചെയ്തു. പിന്നെ പുതപ്പ് വലിച്ചിട്ടിട്ട് ഞാൻ നോക്കിയിട്ട് നോക്കുമ്പോൾ അതിനകത്തൂടെ ശബ്ദം കേൾക്കാം. നല്ല രസമാണ് ഇതൊക്കെ കേൾക്കാൻ. പുതപ്പിനകത്തൂടെ കിടന്നവൻ വിളിക്കുകയാണ്. എല്ലാം കണ്ടോടോ, നീ കണ്ടോ? കിളിവാതി കൂടെ നോക്കുന്നവരൊക്കെ എന്താകും? അന്ധന്മാരാകും. കണ്ടോ? അന്ധന്മാരാകും. അടുത്തത് എന്തടയും? തെരുവിലെ കഥകൾ അടയും. കാരണം ഈ മക്കൾ മുഴുവൻ റേഡിയേഷനാണ്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. ചിലരാണെങ്കിൽ ഈ വള്ളിയും വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. കിടന്നുകൊണ്ട് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പാട്ടും കേട്ടോണ്ട് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അവനങ്ങ് ഉറങ്ങിപ്പോയി, അവളങ്ങ് ഉറങ്ങിപ്പോയി. എന്താ പാട്ട് കേട്ടേ? ഏതാണ്ട് ആൽബമൊക്കെ. അതിനകത്ത് എന്തോ അട്ടക്കും മട്ട് കട്ടുക്കും വെക്കും ദുക്കും. അതിനകത്ത് അർത്ഥം അറിയത്തില്ല മോനെ. കേട്ടാലെന്നറിയാം. കൊല്ലടാ നിന്നെ, ചാകടാ നിന്നെ, ഞാനും നിന്നെയും കൊല്ലും, ചാകും ഇതൊക്കെയാണ് അല്ലേ? കട്ടച്ചോര കൊണ്ട് സോഡ സർബത്തുണ്ടാക്കി. അതൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുറച്ച് കഴിയുമ്പോൾ തണ്ടി ഡൈബ്ര അടിച്ചങ്ങ് പോകും. തെരുവിലെ എന്തടയും? കഥ കടയും. കേട്ടോണ്ട് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇത് കേട്ടോ, കണ്ട് തെരുവിലെ എന്തടയും? കഥകളെല്ലാം അടയും. കണ്ടോ? അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പതുക്കെ കഴിക്കത്തുള്ളൂ. പല്ലില്ലല്ലോ. ഇപ്പം തന്നെ പലർക്കും അറിയാം, പെറോട്ട ബീഫ് കഴിച്ചാൽ പിന്നെ ഈ പല്ലിനിടയിൽ കയറിയിരിക്കും. കുത്താവുന്ന എല്ലാം ഇട്ട് കുത്തി അതിനിടയ്ക്കത്തെ അത് ഇളകിപ്പോവും. പല്ലിനിടയ്ക്ക് കുത്തരുതെന്നാണ് പറയുന്നത്. ചുമ്മാ ഈ കമ്പം തൊട്ട് കുത്തരുത്, സെറ്റിപ്പിലിട്ടും തൊട്ട് കുത്തരുത്. കാരണം അത് വീണ്ടും അടുത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കും. എന്നിട്ടും തെരുവിലെ കഥകളടയും. അരയ്ക്കുന്ന ശബ്ദം വന്നാകും. അടുത്ത എന്തറിയാം? പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ എന്തു ചെയ്യും? ഉണർന്നു പോകും. അത് വലിയൊരു കോൺട്രാസ്റ്റാണ്. ഉഷകാലം നാം എഴുന്നേൽക്കുക. എവിടെ? ഈ പിള്ളേരാരും ഉറങ്ങത്തില്ല. രാത്രി മുഴുവൻ ഇങ്ങനെ തെരുവിലെ ശബ്ദം കേട്ട് കിളിവാതി കൂടെ നോക്കിയിരിക്കും. എപ്പോഴാണ് എഴുന്നേക്കുന്നേ? വിളിച്ചില്ലേ എപ്പോൾ എഴുന്നേക്കും? 10 മണി മണക്കും. 10 മണിയെന്ന് പറഞ്ഞല്ലോ, സന്തോഷമുണ്ട്. കാരണം 12 എഴുന്നേക്കത്താ മിക്കതും.
വിളിച്ചില്ലേ അങ്ങ് ഉറങ്ങത്തില്ലേ? എപ്പം അയ്യോ, അപ്പോഴത്തേന് കാരണന്മാർ കൊണ്ട കിടക്കും. പെങ്കൊച്ച വല്ല വീട്ടിലും പോയി നിൽക്കേണ്ടതാ, ഇതെന്താ? ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ അമ്മമാരോട് പറയും, പെങ്കൊച്ചങ്ങ് ഉറങ്ങിക്കോട്ടെ, അമ്മമാരെ എഴുന്നേൽപ്പിച്ചാലും. കാരണം ഇതിനെ കെട്ടി ഈ ഒത്തിരി ഉറങ്ങി ആശ്വസിച്ച് ഒരൊറ്റ പെണ്ണും പിന്നെ ഉറങ്ങത്തില്ല. കാരണം ഈ തമ്പുരാൻ, ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുക്ക് ഒരു പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചിനെ കൊണ്ടുവന്നേ, അതങ്ങ് കരച്ചില്ല, രാത്രി ഒരുപോലെ കണ്ണടയ്ക്കത്തില്ല. അപ്പം ഞാൻ ചുമ്മാ രസത്തിന് അമ്മയോട് ചോദിച്ചു, ഇവളെങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പൊന്ന് പക്ഷേ കല്യാണത്തിന് തലേദിവസം 1 മണിക്ക് എഴുന്നേറ്റ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ അനുഭവിച്ചോ? കാരണം മേളിൽ നിന്നൊരു കൊച്ചിനെ കൊടുക്കണമായിരുന്നു. ആർക്ക് കൊടുക്കണം? ഉറങ്ങാത്ത ഒരു കൊച്ചിനെ. ഇരിക്കട്ടെ, ഇവൾ ഒത്തിരി ഉറങ്ങിയതല്ലേ, ഇപ്പം നീ ഉറങ്ങിക്കോ 12 മണിക്ക്. നിനക്ക് ഉറങ്ങാത്ത കൊച്ചിനെ കിട്ടിയെന്തോ ഈ രാത്രി മുഴുവൻ ഉറങ്ങും. അപ്പം അതുകൊണ്ട് പെൺപിള്ളേർ വേണം ഇച്ചിരി ഉറങ്ങിക്കും, കാരണം പിന്നെ ഉറക്കമില്ലാത്ത ദിവസം വരാൻ പോവുക. എന്നാലും നോക്കി ഇപ്പോൾ ഒരു ഉച്ചയായി. അപ്പോൾ ആ വീട്ടിലൊരു കാർന്നവരുണ്ടെന്ന് വെച്ചോ, പുള്ളി എപ്പോൾ എഴുന്നേക്കും? പുള്ളിക്കൊരു 4 മണിയാകുമ്പോഴേ പുള്ളി എഴുന്നേക്കും. പിന്നെ അതുവഴി പോകുന്നു, ഇതുവഴി വരുന്നു, ഒരു കൊട്ട്, ഒരു തട്ട്, ഒരു ലൈറ്റ് ഇടുന്നു, ഓടുന്നു. അപ്പം മനുഷ്യൻ പറയും, ഉറക്കമോ ഇല്ലേ മനുഷ്യനിട്ട്? മനുഷ്യരെ ഇട്ട് എന്ത് ചെയ്യത്തില്ല? കണ്ടിട്ടുണ്ടോ? അതെല്ലാം സത്യമാണ്, ഉണ്ട്. ഉറക്കമോ ഇല്ല, നമ്മളെ ഒട്ട് ഉറക്കം. അവർ പക്ഷികളുടെ ശബ്ദത്തെങ്കിലും ഉണർന്ന് പാട്ടും പാടി. പിന്നെ ഇവർക്കൊരു സ്വഭാവമുണ്ട്, ലൈറ്റ് ഇടുക, ലൈറ്റ് ഓഫ് ചെയ്യുക, കതക് തുറക്കുക, കഥ അടയ്ക്കുക. കാരണം എങ്ങനെയെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം? ഉണർത്തണം. 2-3 പേർക്ക് പ്രശ്നമാണ്. ഈ കുടിച്ചോർക്ക് കുളിച്ചില്ലവരെ കാണുന്ന പ്രശ്നമല്ലേ ഈ പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രശ്നം. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ അമ്മയുമായിട്ടൊക്കെ അപ്പായും. അപ്പ കുളിച്ച് പോയെങ്കിൽ പിന്നെ അമ്മയോട് വഴക്കാം, കുളിക്കാതെ കൂട്ടത്തിൽ കിടത്തത്തില്ല. 2 പേരും കുളിച്ചില്ലേ ഒരു കുഴപ്പമില്ല. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ഒരാൾ കുളിച്ചു പോയോ പിന്നെ ഇൻ്റർനാഷണൽ പ്രശ്നമാണ്. ശരിയായിരിക്കും അല്ലേ? കാരണം എല്ലാവരും സംബന്ധിച്ച് ഇതെല്ലാം സത്യമല്ലേ? ഇതെല്ലാം സത്യം. കുളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 2 കൂടെ അവിടെ കിടത്തോളൂ. പക്ഷെ ഇതുപോലെ തന്നെയാണ്, ഒരാൾ ഉണർന്നാൽ പിന്നെ ആരെ കാണുന്ന പാടാ? ഉറങ്ങുന്നവർ കിടക്കുക. അപ്പോൾ ഇത് കണ്ടോ, പക്ഷികളുടെ ശബ്ദത്തെങ്കിലും എന്തു ചെയ്യും? ഉണർന്നു പോകും. കണ്ടോ മക്കളെ, പക്ഷികളുടെ ശബ്ദത്തെങ്കിലും എന്തു ചെയ്യും? ഉണർന്നു പോകും. അടുത്തത്, പാട്ടുകാരത്തികളൊക്കെ എന്തു ചെയ്യും? തളരും. ഇവരെല്ലാം നല്ല പാട്ടുകളാണ്. എന്നാൽ ഈ പാട്ടുകാരെ പറ്റി പറയുന്ന, ഇവർക്ക് സങ്കടം തോന്നല്ലേ? പാട്ടുകാരെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സ്വരം നല്ലപ്പോളെ പാട്ട് നിർത്തണമെന്ന്. കേട്ടിട്ടുണ്ടോ? അതെന്തിനാണെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ ഈ സരിഗമ്മയൊക്കെ പാടുമ്പോൾ എന്തോ വരത്തില്ല, ശബ്ദം വരത്തില്ല, മുറി ഇടയ്ക്ക്. ഇത് ശരിക്കും പാടുന്നത് ഈ അകത്തുനിന്നാണ്, വയറ്റിൽ നിന്നാണ് പാടുക. നല്ല ക്ലാസിക്കലൊക്കെ പാടണേ എവിടുന്നാണ് പാടുന്നേ? വയറ്റിൽ നിന്ന്. സാധകമൊക്കെ ചെയ്ത് വയറ്റിൽ നിന്ന് പാടുന്നതാണ്. അടക്കത്തൂന്ന് ശബ്ദം എടുത്ത് പാടുമ്പോൾ ശബ്ദം മുറിഞ്ഞു പോകും. ഞാൻ പണ്ട് കേട്ട ഒരു തമാശ ഉണ്ടേ. ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരാൾ ചെന്നു. അദ്ദേഹം യേശുദാസ് പാടുന്ന പോലെ പാടുകയാണ്. അപ്പോൾ യേശുദാസ് സാറിൻ്റെ അന്നത്തെ പാട്ടുകളൊക്കെ ഇടയകന്യക എന്നുള്ള പാട്ട് പാടിയാൽ തുടങ്ങുക. പുള്ളി ഒന്ന് ഇടയകന്യക പാടി, കോളേജിലെ പിള്ളേരെല്ലാം കൂടെ അലച്ചു കൂവി. ഒരു വട്ടം കൂടെ പുള്ളി വീണ്ടും പാടി, പിള്ളേർ പിന്നെയും കൂവി, ഒന്നുകൂടെ പാടണം. ഒടുവിൽ പുള്ളി പറഞ്ഞു, മറ്റ് പാട്ടുകളും എൻ്റെ കയ്യിലുണ്ട്, പാടാൻ അനുവദിക്കൂ. പിള്ളേർ പറഞ്ഞു, ഇത് പാടി ശരിയാക്കിയിട്ട് ഇനി എന്ത് ചെയ്താൽ മതി? അടുത്ത പാട്ട് പാടിയാൽ മതി. പാട്ടുകാരത്തികളെല്ലാം എന്തു ചെയ്യും? തളരും. അടുത്ത കണ്ടോ, അന്ന് അവർ കയറ്റത്തെ എന്തു ചെയ്യും? പേടിക്കും. ഇച്ചിരി ഇപ്പോൾ ഓടിപ്പോകും. പക്ഷേ ഇച്ചിരി കഴിഞ്ഞാൽ, ഇപ്പോൾ അത് മിക്കവർക്കും ഉണ്ട്, ഹാർട്ടിന് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല. കയറ്റത്തെ പേടിക്കും മോളെ. കയറ്റം കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ നിന്ന് പോവും. അപ്പോൾ അവർ സ്റ്റെപ്പ് കയറുന്നത് എങ്ങനെയാ? നിന്നാ കയറുന്നത്. കയറ്റത്തെ എന്തു ചെയ്യും? പേടിക്കും. വഴിയിൽ എന്തുള്ളതായിട്ട് തോന്നും? ഭീതികൾ. നടക്കുമ്പം വീഴുമോ എന്നൊരു പേടി. കാലിന് ബലമില്ല. ഇറങ്ങുമ്പോൾ, കയറ്റം കയറുമ്പോൾ ഒരു പഴത്തുരി കിടന്നാൽ മതി, ഇച്ചിരി വെള്ളം കിടന്നാൽ മതി, തെന്നിപ്പോവും, ബലമില്ല. അടുത്ത് കണ്ടോ, ബദാം വൃക്ഷം എന്തു ചെയ്യും? പൂക്കും. എന്താ? സിമ്പിൾ, തലമുടി നരയ്ക്കും. ഞാൻ മുമ്പേ പറഞ്ഞ സംഭവം. ബദാം വൃക്ഷം പൂക്കും. കണ്ടോ? അന്ന് തുള്ളൻ എന്തു ചെയ്യും? ഇഴഞ്ഞു കിടക്കും. അതൊരു അസുഖമാകട്ടോ. അതായത് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ ഡ്രൈ ആകും. സ്കിന്ന് അങ്ങോട്ട് ഡ്രൈ ആകുമ്പോൾ സ്കിന്നെ കൂടെ എന്ത് ചെയ്യുന്ന പോലെ തോന്നും? എഴയുന്നത് പോലെ തോന്നും. ബദാം തുള്ളൻ ഇഴഞ്ഞു കിടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. അറിയാമോ? രോചനക്കുരു എന്ന് പറഞ്ഞാൽ അന്നത്തെ മരുന്നാണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, എവിടെ കൊണ്ടുവെക്കൂ? വീട്ടിൽ കൊണ്ടുവെക്കൂ. പക്ഷെ പുറം പൊട്ടാതെ നോക്കണേ, തിരിച്ച് മറിച്ചുമൊക്കെ ഇടണേ. രോചനക്കുരു ഫലിക്കാതെ വരും. കണ്ടോ? രോചനക്കുരു ഫലിക്കാതെ വരും. അടുത്ത് അങ്ങോട്ട് വെള്ളിച്ചരട് അറ്റുപോകും. എന്തായിരിക്കാം? മനുഷ്യൻ്റെ ദേഹം മുഴുവൻ ചരട, ഞരമ്പ. ഒരു BP കൂടുന്നു, ടക്കോ ഞരമ്പ് പൊട്ടുന്നു. ഒരു സൈഡ് എന്ത് ചെയ്തു പോയി? തളർന്നു പോയി. വാ കൂടിപ്പോയി, സൈഡ് തളർന്നു പോയി. നോക്കൂ, വെള്ളിച്ചരട് എന്ത് ചെയ്യും? അറ്റുപോകും. അടുത്തത്
പൊൻകിണ്ണം തകരും, കിഡ്നി തകരും. ഒരു കിഡ്നി പോയ 2 സാധനം അതിനകത്തൂടെ പൊൻകിണ്ണമാ കിഡ്നി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് മാലിന്യ സംസ്കരണമാണ്. തിരുവനന്തപുരം വിളപ്പിശാല ഓർമ്മയില്ലേ? മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രശ്നങ്ങൾ, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ കഴിക്കുന്ന, മലയാളി കഴിക്കുന്നത് മുഴുവൻ വിഷമാണ്. എന്നിട്ട് ഇതെല്ലാം പോകുന്നത് ഏതുവഴിയാണ്? കിഡ്നിയാ. പൊൻകിണ്ണം തകരും. ഉറവെങ്കിലെ ചക്ര ഉടയും. അതെന്താ? ഹാർട്ടാണ്, ചക്രമാണ്. നമ്മളെക്കാട്ടി മൂത്തത് ഹാർട്ട്. നമുക്ക് ആദ്യം ഇടിക്കാൻ തുടങ്ങിയത് ഒരു മനുഷ്യൻ്റെ എന്താ? ഹാർട്ടാണ്. ഒരു ദിവസം 1,00,000 പ്രാവശ്യം ഇടിക്കും മക്കളെ. ആ ഹാർട്ട് നിന്ന് പോകും. ഉറവെങ്കിലെ ചക്ര ഉടയും, 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 ഉടയും. കണ്ടോ? പൊടി കൊണ്ടായിരുന്ന പോലെ എന്തു ചെയ്യും? ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഏത് മിടുക്കൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം ചിന്തിക്കത്തില്ല ആരോഗ്യമുള്ളവൻ്റെയും ഹുങ്കുള്ളവൻ്റെ. അതുകൊണ്ട് ഞാൻ പറയും, ഒരു മനുഷ്യനെ നെകളിക്കരുത്. ചിലൊക്കെ പറയത്തില്ലേ, നിന്നെ ഞാൻ ചാവട്ടിക്കുട്ടി ഭിത്തിയെ തേച്ച് വെക്കും. ഭിത്തിയെ തേച്ച് വെക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഒരു ഭിത്തിയിൽ ഫോട്ടോയാക്കുമെന്ന. പറയരുത്, പറയരുത്. കാരണം ആരെപ്പോഴാണ് ഫോട്ടോയാകുന്നതെന്ന് ആർക്കറിയാം? ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാരെന്തിയേ ഒത്തിരി എണ്ണം ഫോട്ടോയായിട്ടിരിപ്പില്ലേ? പിന്നെ വർഷത്തിൽ ഒരിക്കൽ കൂട്ടുകാരിടും. പ്രിയപ്പെട്ട സുഹൃത്തിന് വിരിഞ്ഞിട്ട് ഒരാണ്ട്. അത്രയേ ഉള്ളടാ മോനെ, അത്രയേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇതിന് മുമ്പ് കണ്ടെത്തേണ്ട ഒരു കാലമുണ്ട്. ഇതെല്ലാം വരുന്നതിന് മുമ്പ് അറിയണം, എനിക്കൊരു സൃഷ്ടാവുണ്ടെന്ന്, എനിക്കൊരു ദൈവമുണ്ടെന്ന്, ഇങ്ങനെയൊരു ദിവസം വരുമെന്ന്. ഈ ദിവസം വരുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൻ. അപ്പോഴും വീടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക ഭാരം അവൻ പാദത്തിൽ. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൽ. അപ്പോഴും വീടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക നിൻ ഭാരമവൻ. അതുകൊണ്ട് എൻ്റെ എല്ലാ പൊന്നു മക്കളോടും, ആരോഗ്യമുള്ളവരോടെല്ലാം പറയട്ടെ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ആരോഗ്യമുള്ളവർ തൻ്റെ ആരോഗ്യത്തിൽ പുകഴുന്ന എന്തിന്? ബലവാൻ തൻ്റെ ബലത്തിൽ നിഗളിക്കുന്ന എന്തിന്? സൗന്ദര്യമുള്ളവൻ തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന എന്തിന്? ധനവാൻ തൻ്റെ ധനത്തിൽ എനിക്ക് ധനത്തോടും ധനത്തിലൊക്കെ ആശ്രയിക്കുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര കട്ടപ്പുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കണ്ടൊരു കാര്യം, ഒരു സ്ഥലത്തെ മുഴുവൻ ആസ്തി മിക്കവാറും പുള്ളിയുടെ കയ്യിലായിരുന്നു. പക്ഷേ എന്നോട് സങ്കടത്തോട് പറഞ്ഞ് ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടൊരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. അമ്മ എന്നെ കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ മുതലാളി കയറി വന്നു. ഭയങ്കര മുതലാളിയാണ്, ഭയങ്കര ബിസിനസ്സാണ് മക്കളെ, ഭയങ്കര ബിസിനസ്സാണ്. അങ്ങനെ വന്നപ്പോൾ കയ്യിലൊരു പെരുങ്കായ സഞ്ചിയുണ്ട്, ഒരു പഴയ തുണിസഞ്ചി. ആ തുണിസഞ്ചിയുമായിട്ടുള്ള അകത്തോട്ട് കയറിയിട്ട് പെട്ടെന്ന് അകത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ഈ പെരുങ്കായ സഞ്ചിക്കകത്തുനിന്ന് പൈസ കെട്ടിങ്ങോട്ട് വാരിയിട്ട് വീടിൻ്റെ ഷെയ്ഡിലോട്ട് എറിയുക. പൈസ ഇങ്ങനെ ഒന്നരിയെടുത്ത് എറിയുക. നമ്മൾ ആദ്യമായിട്ട് കാണുക അത്രയും പൈസ ഒന്നിച്ച്. ഞാനിങ്ങനെ നോക്കി നിന്നപ്പം ചോദിച്ചു, എന്തിനാ ചേട്ടായി അങ്ങനെ ചെയ്തേ? ഒന്ന് പറഞ്ഞിട, കള്ളം വന്നാൽ ആര് ഷെയ്ഡേ കയറി തപ്പുമോ? അവിടെ കുറേ മനോരമ പത്രവും പഴയ പ്ലാസ്റ്റിക് ഇരിപ്പും ഒക്കെ അല്ലേ. അതിനാണ് പൈസ എവിടെ ഇട്ടത്? ഷെയ്ഡേ ഇട്ട്. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ ഒരു കുപ്പി കുറച്ച് ഇറച്ചി എല്ലാം ഉണ്ട്, കഴിക്കണം. ഞങ്ങൾ പോകുന്നുമില്ല. പുള്ളിക്കങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് കസേര എടുത്തങ്ങ് തല്ലി പിടിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിടാ, ഞങ്ങൾ പോകാനാണ്, നീ തല്ലി പിടിക്കണം, ഞങ്ങളങ്ങ് പോവാം. സത്യം ആൻറ്റി അങ്ങ് ഇറങ്ങിപ്പോയി, എനിക്ക് കുടിക്കണം, എനിക്ക് ഇത് സമയമായി. പുള്ളി വിറയ്ക്കുക. ഞങ്ങളിങ്ങനെ പോന്നു. എന്നെ പൈസ ഇങ്ങനെ വാരി എറിയുക. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞ് പുള്ളിയുടെ ബിസിനസ് എല്ലാം പോയി. ഒരു 10-15 വർഷം കഴിഞ്ഞ് ഈ എളിവൻ എന്നിട്ട് നമ്മൾ ശുശ്രൂഷയിലായി. ഞാൻ രാത്രി ഒരു 12 മണി ആയപ്പോൾ എൻ്റെ ഒരു ബൈക്കേ വരിക. 12:30 അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നമുക്കറിയാലോ തട്ടുകടയുണ്ട്. തട്ടുകടയുടെ ആ ഭാഗത്ത് വരുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ നിൽക്കുന്നു. പഴയ പുലിയല്ലേ, കണ്ടിട്ടെങ്ങനെ പോകുന്നേ, പൈസ ഇങ്ങനെ വാരി എറിഞ്ഞ പുലിയല്ലേ. ഞാൻ പതുക്കെ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, എന്തോ ഉണ്ടാച്ചായ? ഒന്നുമില്ല. അപ്പോഴത്തേന് ഈ ബിസിനസ്സൊക്കെ പോയെന്നൊക്കെ ഞാൻ പറഞ്ഞു, ബിസിനസ് എല്ലാം പോയല്ലോ, ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളാണല്ലോ, ബാങ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഈ പുള്ളിയോട് പറഞ്ഞു, നീ അതൊന്നും അറിയില്ല, ഇംഗ്ലീഷിലാണ് പറയുന്നത്. എടാ മോനെ, എനിക്കൊരു ഫോൺ മതി ബിസിനസ്. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻ.
നീ എന്നെക്കുറിച്ച് എന്താ ഓർത്തേക്കുന്നത്? ഞാൻ ഈ ഫോണിൽ കൂടെ വിളിച്ചാണ് ഇത്ര ടൺ സാധനം അറേഞ്ച് ചെയ്ത് ഇത്ര ടൺ കണക്കിന് സാധനം എക്സ്പോർട്ട് ചെയ്തു. എനിക്കൊരു ഫോൺ കോൾ മതി, അങ്ങോട്ട് കയറ്റിവിടും ഇങ്ങോട്ട് കയറ്റിവിടാം. അതിൻ്റെ കമ്മീഷൻ ദാറ്റ് ഇറ്റ് സെൽഫ് കംസ് അറൗണ്ട് 20 to 30 lakhs, 30 ലക്ഷം രൂപയോളം വരും. ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ 2 ആഴ്ചക്കകത്ത് വരും. ദെൻ തിങ്സ് വിൽ ബി സോൾവ്. 3 കോടി രൂപയുടെ സാധനം കയറ്റിവിട്ടു, 30 ലക്ഷം രൂപയുടെ കമ്മീഷൻ വരുന്നു. തീർന്നില്ലേ? ഞാനിതെല്ലാം കേട്ട് നിന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഒരു 50 രൂപ തരാം, 2 ദോശ കഴിക്കണം. 50 രൂപ ദോശ കഴിക്കണം. എന്നാൽ പിന്നെ കോടിയുടെ കണക്ക് എന്നോട് കുറേ ഇരിക്കണം. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ 2 വട്ടം ആശുപത്രി കയറിയാൽ മതി. 25 വർഷം എൻ്റെ പെങ്ങൾ കിഡ്നി പേഷ്യൻ്റായിരുന്നു. 10 വർഷം ഡയാലിസിസ് ആയിരുന്നു. 3 മണിക്ക് അവൾ ഡയാലിസിസിൽ പോകുന്നേ. രാത്രി എന്നെ വിളിക്കുക, എടാ പൈസ ഇല്ല, 3 മണിക്ക് പോകണം. ഞാൻ ഇവിടുന്നൊക്കെ പ്രസംഗിച്ചിട്ട് ചെല്ലുമ്പം കിട്ടുന്നത് കൊണ്ട് കൊടുക്കണം. അവിടെ ചെല്ലുമ്പോൾ 1 മണിയാകുമ്പോഴായിരിക്കും ഞാൻ ചെല്ലുന്നത്. അന്നേരം ഉണർത്തിയാൽ പിന്നെ അവൾക്ക് ഉണങ്ങത്തില്ല. ഞാൻ കിടക്കും അവിടെ ഗേറ്റിൻ്റെ വാതിക്കൽ. 3 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് നക്കാപ്പിച്ച കൊടുക്കുക. കാരണം ഡയാലിസിസ് ചെയ്യണം. അടുപ്പിച്ചിട്ട് ചെയ്താൽ ആര് തരും? ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പകരുന്ന എന്തിന്? ബലവാൻ തൻ്റെ ബലത്തിൽ അഹങ്കരിക്കുന്ന എന്തിന്? യൗവനക്കാരാ, കർത്താവിനെ അറിഞ്ഞോണം, കർത്താവിനെ അറിയണം. പക്ഷേ എനിക്കറിയാം, ആദി ദൈവത്തിന് കൊടുത്താൽ പിന്നെ വലങ്കരം പിടിച്ച് നടത്തും, വലങ്കരം പിടിച്ച് നടത്തും, വലങ്കരം പിടിച്ച് നടത്തും. ഇടയ്ക്ക് ഇട്ടേച്ച് പോകത്തില്ല. പാർട്ടിക്കാരിടയ്ക്ക് പോകും. യൂത്തിൻ്റെ പുറകെ നല്ല ഇതൊക്കെ നടന്നു, നല്ല പ്രശ്നം വന്നാൽ അവർ പറയും ഞങ്ങൾ അവനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു പത്രസമ്മേളനത്തിൽ അവരുടെ പ്രശ്നം തീരും. പക്ഷേ ഒരു പത്രസമ്മേളനം കൊണ്ട് നിന്നെ ഒഴിവാക്കാത്ത ഒരാളുണ്ട്. കർത്താവിന് വേണ്ടി പരസ്യമായിട്ട് നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ ഒരു കാലത്തും അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. തമ്പുരാൻ പറയും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ 2025 ആദ്യ ദിവസങ്ങളിൽ എത്ര പേർ ദൈവത്തോട് പറയും, എൻ്റെ ആദ്യം ഞാൻ ദൈവത്തിന് കൊടുക്കും. ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ആ ബെസ്റ്റ് ആർക്കും കൊണ്ട് കൊടുക്കരുത് കേട്ടോ കുഞ്ഞുങ്ങളെ. ഈ ബെസ്റ്റ് നല്ല പ്രായം കണ്ട പ്രേമത്തിൻ്റെ പുറകെ പോകരുത്. ചുമ്മാ ഇവളുമാരൂടെ കറങ്ങി നടക്കല്ല. അവളുമാർക്ക് വേറെ ചെറുക്കനുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ്. ഒരു പെണ്ണിന് 2-3 ചെറുക്കന്മാരെ ഇങ്ങനെ ഒപ്പിക്കുക. എല്ലാവരുടെയും നിന്ന് ഐസ്ക്രീം മേടിക്കും, എല്ലാവരുടെ നിന്നും ചുരിദാർ മേടിക്കുക, എല്ലാവരുടെ നിന്നും പൈസ മേടിക്കുക. അവസാനം 1-ാം തരമായിട്ട് തേച്ചിട്ടും പോവും. തേപ്പ് കെട്ടിയ പിള്ളേർ, പണ്ട് ആ പെൺപിള്ളേർക്കാരും തേപ്പ് കിട്ടുന്നത്. ഇപ്പം പോയി ഞാനൊരു പെൺകൊച്ചിനോട് പറഞ്ഞു, മുളെ സൂക്ഷിക്കണ ഇടി, മുള്ള് വന്ന് ഇല വീണാൽ ഇല വന്ന് മുള്ള വേണം കൊച്ചെ. ഇവളെന്നോട് എടുത്തുമായി പറയുക, മുള്ള് സൂക്ഷിച്ചോണം, മൊന പോകാതെ, ഇത് ന്യൂജൻ ഇലയാ, നീ നടന്നോടാ എൻ്റെ പൊന്നെ. എന്നാൽ നീ തമ്പുരാനുമായിട്ടൊരു പ്രണയമായ ഉണ്ടല്ലോ, ആ പ്രേമം നിന്നെ നിത്യതയെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രേമവും ദൈവവുമായിട്ടൊരു പ്രേമം ഉണ്ടായ എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും. നമ്മൾ ഈ ചങ്ക് ബ്രോ എന്നൊക്കെ പറയത്തില്ലേ, അവനെൻ്റെ ബെസ്റ്റിയാണ്, ചങ്കാണെന്നൊക്കെ പറയത്തില്ലേ. ചുമ്മാതാ. ഈ ചങ്കെല്ലാം ചതിക്കും. പക്ഷെ ചതിക്കാത്തൊരു ചങ്കിനിക്കറിയാം, ചങ്ക് തന്ന് സ്നേഹിച്ചു. ചങ്ക് തന്ന് സ്നേഹിച്ച ഒരു കർത്താവിനോട് പറയാമോ, കുറച്ചുകൂടെ യേശുവിനോട് ചേർന്ന് കിടക്കാൻ, കുറച്ചുകൂടെ യേശുവിനോട് ചേർന്ന് കിടക്കാൻ, പ്രേമത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിക്കേ. ഭയങ്കര രസമാണ്. എനിക്കതിൻ്റെ ബ്യൂട്ടി അറിയാം. ഒരിക്കൽ എനിക്കിത് അറിവായിരുന്നു, പക്ഷേ ഇന്ന് എനിക്കത് അറിവല്ല, എനിക്കത് ഭയങ്കര പ്രേമമാണ്. ഞാൻ എന്നും കർത്താവിൻ്റെ വർത്താനം പറയും. എന്ത് രസമാണെന്നറിയാം. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി യേശുവുമായിട്ട് ഈ യൗവനത്തിൽ ഒരു പ്രേമത്തിൽ വരണം. പ്രേമമൊന്നും തോന്നത്തില്ലെന്നോ, ബന്ധങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ, ഇൻഫാച്വേഷൻസ് ഉണ്ടാകത്തില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുക. പക്ഷേ ഈ ബെസ്റ്റ് ടൈമിൽ തമ്പുരാനുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടായ അത് നിനക്ക് അപമാനമല്ല, അഭിമാനമായി മാറിയ ഏത് സമയത്തും കർത്താവ് നിൻ്റെ കൂടെ കാണും. പണമുള്ളപ്പോഴും പണമില്ലാത്തപ്പോഴും, തോക്കുമ്പോഴും ജയിക്കുമ്പോഴും, പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും അവൻ നിന്നെ ഇങ്ങനെ കുള്ളം കരത്തി കൊണ്ട് നടക്കും. അപ്പോൾ കർത്താവോട് പറയും, അങ്ങയുമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ബെസ്റ്റ് ദൈവത്തിന് തരാൻ ഇഷ്ടമുണ്ടെന്ന്. അത് ആഗ്രഹിക്കുന്നവരെല്ലാം കരം ഉയർത്തി പ്രാർത്ഥിച്ച് ഗീവ് ദ ബെസ്റ്റ് ദ ലോർഡ്. അതെങ്ങനെ കൊടുക്കണം?
കർത്താവിന് ഇങ്ങ് ഹൃദയം കൊടുക്കണം. ഹൃദയത്തിൽ കർത്താവ് ഇങ്ങനെ വാഴണം. കർത്താവ് ഇങ്ങനെ ഹൃദയത്തിൽ വാഴണം. ഞാനതിന് സാധാരണ പറയുന്നൊരു കഥയുണ്ട്, ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ കഥ കേട്ടിട്ടുള്ള കഥയാണോന്ന് എനിക്കറിയില്ല. ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വായിച്ചൊരു കഥയാണ്. അത് ഞാൻ ഒത്തിരിയോടത്ത് പറഞ്ഞു. എനിക്കത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രിസ്മസിൻ്റെ കരോൾ സർവീസ് ആയപ്പോൾ വിദേശത്തൊരു രാജ്യത്ത് ഒരു പള്ളിക്കൂടവും സ്കൂളും, ആ സ്കൂളിലെ പിള്ളേർക്ക് എല്ലാ ക്ലാസ്സുകാരോടും പറഞ്ഞ് പള്ളി ഓരോ കരോൾ സർവീസിന് ഓരോ പ്രോഗ്രാം നടത്തണം. അതിന് 8ാം ക്ലാസ്സുകാരോട് പറഞ്ഞത് നാടകം നടത്തണമെന്നാണ്. 8ാം ക്ലാസ്സുകാർ നാടകം നടത്താൻ വേണ്ടി അവർ കൊടുത്തത് യേശുവിൻ്റെ ജനനം നാടകമാക്കണം ഏറ്റവും. പക്ഷെ നാടകമാക്കിയപ്പോൾ ഒരു പ്രശ്നം, അവരതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, നാടകം എഴുതി, എല്ലാം എഴുതി. പക്ഷെ പ്രശ്നം, ആ ക്ലാസ്സിലെ ഒരു നമ്മൾ പറയുന്ന സ്ലോ ആയിട്ടുള്ളൊരു കുഞ്ഞുണ്ട്. അവന് പറയാനൊക്കെ പാടാം. അവനെ എങ്ങനെ ചേർക്കും, അവനെ എങ്ങനെ ഒഴിവാക്കും? അപ്പോൾ അവനെ ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഒരു വയ്യാത്ത കുഞ്ഞിനെ ഒഴിവാക്കിയ ഉണ്ണിയേശു സഹിക്കുമോ? ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുമോ യേശു? ഇല്ല. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ചേർക്കാം. ഒടുവിൽ ഒരു തീരുമാനത്തിൽ അവരെത്തി, സത്രയുടമയാക്കാം. അതായത് മറിയത്തെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ജോസഫ് സത്രത്തിൽ വരുന്നില്ലേ, എന്നിട്ട് വന്ന് ചോദിക്കും, ഒരു സ്ഥലം തരാമോ? അപ്പോൾ ഉടയമനായിട്ടാണ് ഇവൻ്റെ പേര് പറയണം. എന്തോ ഇല്ല, സ്ഥലമില്ലെന്ന് പറയണം. നാടകം തുടങ്ങി. ജോസഫ് മറിയത്തെ താങ്ങിക്കൊണ്ട് വന്ന് പൂർണ്ണ ഗർഭിണിയാണ് വന്ന് വാതുക്കം മുട്ടി. ബാലസെന്ന അവൻ്റെ പേര്. പാവമാണ്. അവൻ കഥ തുറന്നു. അവന് ജോസഫിനെ മറിയാൻ കണ്ടപ്പോൾ അങ്ങ് സങ്കടം വന്നു. പാവം, അവൻ പാവമാണ്. പക്ഷേ പറയണം. അവനെല്ലാം അങ്ങ് മറന്നു നോക്കിയപ്പോൾ ഇവർ ചോദിച്ച് സ്ഥലം തരാമോ? ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ടീച്ചർമാരെല്ലാം കൂടെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, പറ. ഒടുവിൽ അവൻ പറഞ്ഞു, നോ പ്ലേസ്. ഉടനെ എന്തോ അടയ്ക്കണം, തണുപ്പ് രാജ്യമാണ്, എന്തോ അടയ്ക്കണം, കഥ അടയ്ക്കണം. പക്ഷേ ഇവൻ കഥ അടച്ചില്ല. ജോസഫ് മറിയവുമായിട്ട് തിരിച്ചു പോയി. ഇവനിങ്ങനെ നോക്കി നിൽക്കുക. ഒടുവിൽ ഈ പാവം വിളിച്ച് പറഞ്ഞ് കൈ കൊട്ടി. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു, ബാ എൻ്റെ കട്ടിലങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ടെന്ന്. ഇനി എങ്ങനെ നാടകം മുമ്പോട്ട് കൊണ്ടു? ഇനി കിടക്കുന്ന വിദ്വാന്മാർ വരും, പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ച വെക്കണം, ഇടയന്മാർ വരണം, ദൂതന്മാർ, എന്തെല്ലാം പരിപാടിയാണ്, എല്ലാം തീർന്നു. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഹൃദയം തരാം. ഇത് സത്യത്തിൽ വലിയ ബുദ്ധിമാന്മാരൊന്നും പറയത്തില്ല. പക്ഷേ കുറച്ച് ജ്ഞാനികൾ മറച്ചു വെച്ചാലും കുറച്ച് ബോഷര് തോന്നുന്നവർ പറയും, ബാ ഇവിടെ നിനക്ക് സ്ഥലമുണ്ട്, എൻ്റെ ഹൃദയം നിനക്ക് തന്നേക്കാം. കുഞ്ഞുങ്ങളെ അങ്ങനെ പറയാമെങ്കിൽ അവിടെ കർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. ആ വിശുദ്ധീകരിക്കപ്പെട്ടാൽ നീയും ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. ഇന്ന് രാത്രി എൻ്റെ ബന്ധം 2025 ഇങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. എപ്പോഴാണ് ബെസ്റ്റ്? രാവിലെ എഴുന്നേറ്റ യേശു, ഫോൺ എടുക്കുന്നതിന് മുമ്പ് യേശു, വൈകിട്ട് പാട്ടും കേട്ട് ഉറങ്ങല്ലേ മക്കളെ, അതിനു മുമ്പ് യേശുവിനോട് സംസാരിക്കാം. യേശുവിൻ്റെ ശബ്ദം കേൾക്കാം, കർത്താവിനോട് സംസാരിക്കാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. കുറച്ചുകൂടെ ഒരു നല്ല അടുത്ത ബന്ധം യേശുവുമായിട്ട്, കർത്താവുമായിട്ട് എനിക്ക് ഉണ്ടാകണം. ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ കർത്താവിനോടൊപ്പം ഇങ്ങനെ നടക്കും. എൻ്റെ ദിവസത്തിൻ്റെ ആദി ദൈവത്തിന് കൊടുക്കും, എൻ്റെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾ ഒന്ന് കണ്ണടച്ചേ, യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കുക. എന്ത് രസകരമാണെന്നറിയാമോ? ഞാനത് വെറുതെ പറയല്ല, അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഒരു ആനന്ദമുണ്ട്. ഈ ലോകം തരുന്ന സുഖമാണ് മക്കളെ. ഇപ്പം ലഹരിയുടെ പുറകെ മനുഷ്യൻ പോകുന്നത്. പിള്ളേരുടെ എല്ലാം കയ്യിൽ
എനിക്ക് സങ്കടം കൊണ്ട് പറയാം, ഞാൻ ഈ രാത്രിയിലൊക്കെ പോകുമ്പോൾ അടുത്തിടയ്ക്ക് പലവട്ടം കണ്ടു, പെട്ടെന്ന് ഈ വെട്ടത്ത് കാണാം ഇങ്ങനെ വരുന്നു, കയ്യിലൊരു സാധനം കൊടുക്കുന്നു, ഒരു പൊതിക്കെട്ട്. എന്താ ഇങ്ങനെ പെട്ടെന്ന് സാധന, എത്ര വട്ടം ഞാൻ കണ്ടു ഈ വെട്ടത്ത് പെട്ടെന്ന് ഈ വളവിനൊക്കെ നിൽക്കുമ്പോൾ പൊതി മേടിച്ചുകൊണ്ട് പോവുക. ഇതെന്തിനാണെന്നറിയാമോ? ഇതിന് സുഖം കിട്ടും. ചില സാധനമൊക്കെ അടിച്ചാൽ 3 ദിവസം ഇങ്ങനെ കിളി പോലിരിക്കുമെന്നാണ് പറയും. കിളി പോയി ഇങ്ങനെ ഇരിക്കും. ഞാൻ രസകരമായൊരു സംഭവം കേട്ടു. റാന്നി കോളേജ്, ഞങ്ങൾ പഠിച്ച കോളേജിൻ്റെ തോട്ടത്തിൽ ഒരു പയ്യനൊരു സാധനം എടുത്തുകൊണ്ട്, അവൻ വലിയ വീട്ടിലൊരു കൊച്ചനാ, അവനൊരു പോച്ച പറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ സാധനം വലിച്ചു. വലിയ വീട്ടിലൊരു കൊച്ചനാ, ഏതായാലും 1.5 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ച അവൻ പറിച്ചു. അവൻ ഈ സാധനം വലിച്ചുകൊണ്ടായിപ്പോൾ അവൻ അവിടെ നിന്ന് മൊത്തം പോച്ച വലിച്ചു. ജീവിതത്തിൽ അവൻ പോച്ച പറിക്കാത്തവല്ല. കാരണം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്യാനുള്ള എന്തോ കിട്ടി, ഒരു ടെമ്പററി ശക്തി കിട്ടി, അന്നേരം ഒരു ശക്തി കിട്ടും. അത് ഈ നമ്മുടെ ഈ ഡോപ്പാമൈൻ, ഈ അഡ്രിനാൽ ഗ്രന്ഥിയൊക്കെ ഉണർത്തും ഇത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തളർന്ന് കിടക്കും. ഇതാണ് ഇന്ന് സംഭവിക്കുക. ഒരു എക്സൈസുകാരൻ പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവെച്ചത് ഒത്തിരി പേര് കേട്ട് കാണും. ഒരു പയ്യനെ പോലീസ് പിടിച്ചു. അവനെ വയലൻ്റ് ആയപ്പം പിടിച്ചതാണ്. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഈ അവരുടെ ജയിലിൻ്റെ അകത്ത് ഇട്ടു, ഗ്രില്ലടച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശാന്തനായി കിടന്ന് അവൻ ചാടി എഴുന്നേറ്റ് വന്ന് ഈ ഗ്രില്ലെ പിടിച്ച് കുലുക്കുകയാണ്. അവൻ വയലൻ്റാകുന്നു. എന്നിട്ട് അവൻ നാക്കെല്ലാം നീട്ടി വല്ലാതെ ഒരു നായെപ്പോലെ കുരയ്ക്കുന്നു, അലയ്ക്കുന്നു. ഒടുവിൽ അവൻ നെറ്റിയിട്ട് ആ ഗ്രില്ലെ ഇടിച്ചു. ഇവർക്കും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവൻ തെറിച്ചു പോയി വീണു. അവരവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് വിഡ്രോവല കിട്ടേണ്ട സമയമായി, കിട്ടാഞ്ഞതാ. അവരവനെ കെട്ടിയിട്ടു. പിന്നെ ആൻറ്റി വിഡ്രോവൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലറിയിച്ചപ്പോൾ അമ്മ വരികയാണ്. ഉമ്മ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ അവൻ പോലീസുകാരൻ്റെ വാക്കുകളാ പറഞ്ഞു, സാറേ ഉമ്മയാണ് വരുന്നത്, എന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഉമ്മ കാണല്ലേ, ഉമ്മയ്ക്കത് സഹിക്കില്ല. ചേട്ടനും പോയി, ഞാനിവിടെ പോയാ. ഉമ്മ വന്നപ്പോൾ അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ, ചേട്ടൻ പോയി, ഞാനും പോവുക. അവരോർത്ത് ആരായി ചേട്ടൻ? അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ, കുറച്ചാൾക്ക് മുമ്പ് അവിടെ ഒരു തോടിൻ്റെ കരയ്ക്ക് ഒരു ബോഡി കിടന്നു. ദേഹം മുഴുവൻ കുത്തിയിട്ട്, ഏറ്റവും ഒടുവിൽ എങ്ങും കുത്തിയിട്ട് വേക്കാതെ വന്നപ്പോൾ സ്വന്തം ജനനേന്ദ്രിയത്തിലോട്ട് മയക്കുമരുന്ന് കുത്തിക്കയറ്റി മരിച്ചു പോയ ചെറുപ്പക്കാരൻ ഇവൻ്റെ ചേട്ടനാണ്. ഈ ലഹരി നിന്നെ നശിപ്പിക്കും. പക്ഷേ യേശു നിങ്ങൾക്കൊരു ലഹരിയായാൽ അതിവിടെ മാത്രമല്ല, നിത്യജീവെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കും. ഞാൻ പറയും, യേശു ഒരു ലഹരിയാകണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതം യേശു കർത്താവുമായിട്ടൊരു പ്രണയത്തിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഒന്ന് രാത്രി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനൊറ്റ കാര്യം ചെയ്താൽ മതി. തുടർന്ന് കാണാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കരം ഉയർത്തിക്കുക. യേശുവുമായിട്ട് കുറച്ചുകൂടെ ഭയങ്കര തീവ്രമായൊരു ബന്ധം. ഒരു ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് ആ ഒരു ബന്ധമല്ല മക്കളെ, യേശുവിനോട് ഇങ്ങനെ സംസാരിക്കണം. ഇറ്റ്സ് വെരി 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 ഇൻട്രസ്റ്റിംഗ്. ജീവിതത്തിൻ്റെ ആ അവസ്ഥയൊക്കെ അങ്ങ് മാറും. യേശു കർത്താവുണ്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. നിങ്ങൾ രാവിലെ ഒന്ന് യേശു കർത്താവുണ്ട്, നമ്മുടെ ഈ ചടങ്ങൊന്നുമല്ല, അല്ലാതൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞേ. യേശുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നേ. എന്തൊരു രസമുള്ള ജീവിതം എന്നറിയാം. ആദ്യം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്.